ഹസ്തിനാപുരത്തിലെ രാജകുമാരന്മാർ ഇപ്പോൾ യുദ്ധകലകൾ അഭ്യസിക്കേണ്ട സമയമായി. പാണ്ഡവരും കൗരവരും ഒരുമിച്ച് പരിശീലനത്തിനായി തയ്യാറായി. അവർക്കായി എത്തിയത് ലോകമാദരിച്ച മഹാഗുരു ദ്രോണാചാര്യൻ. അസ്ത്രവിദ്യയിലും ശസ്ത്രവിദ്യയിലും അപരിമിത ജ്ഞാനമുള്ള മഹായോദ്ധാവ്. ഭീഷ്മൻ തന്നെ അദ്ദേഹത്തെ ഹസ്തിനാപുരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയായിരുന്നു. ഈ രാജകുമാരന്മാരെ ലോകത്തിലെ മികച്ച യോദ്ധാക്കളാക്കുക ദ്രോണൻ സമ്മതിച്ചു. പരിശീലനം ആരംഭിച്ചു. എല്ലാവരും പഠിച്ചു തുടങ്ങി. പക്ഷേ ഒരാൾ മറ്റെല്ലാവരിലും വ്യത്യസ്തനായി തെളിഞ്ഞു വന്നു. അവൻ അർജുനൻ. അവൻ്റെ ഏകാഗ്രത അസാധാരണമായിരുന്നു. പകലും രാത്രിയും അവൻ പരിശീലിച്ചു. ഒരു രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വിളക്ക് കെട്ടുപോയി. എന്നാൽ അർജുനൻ്റെ കൈ അവൻ്റെ വായിലേക്കുള്ള വഴി കണ്ടെത്തി. അവൻ മനസ്സിലാക്കി, കാഴ്ചയില്ലാതെയും അഭ്യാസം തുടർന്നാൽ കൈലക്ഷ്യം കണ്ടെത്തും. അന്ന് മുതൽ രാത്രികളിലും അവൻ പരിശീലനം തുടങ്ങി. ദ്രോണൻ അത് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം അർജുനന് ലഭിച്ചു. ഒരു ദിവസം ഗുരു എല്ലാവരെയും പരീക്ഷിച്ചു. ഒരു മരത്തിൽ ഒരു പക്ഷിയുടെ രൂപം വെച്ചു. എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾ എന്താണ് കാണുന്നത്? യുധിഷ്ഠിരൻ പറഞ്ഞു, മരം, പക്ഷി, കൊമ്പുകൾ. ഭീമൻ പറഞ്ഞത്, പക്ഷിയും അതിൻ്റെ ചുറ്റുപാടും. ദുര്യോധനനും മറ്റുള്ളവരും അങ്ങനെ തന്നെ മറുപടി നൽകി. അവസാനം അർജുനൻ്റെ വരവായി. നീ എന്താണ് കാണുന്നത്? അർജുനൻ ശാന്തമായി മറുപടി പറഞ്ഞു, എനിക്ക് പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ദ്രോണൻ പുഞ്ചിരിച്ചു. അമ്പയ്യു. അമ്പ് പാഞ്ഞു നേരെ പക്ഷിയുടെ കണ്ണിൽ. എല്ലാവരും വിസ്മയത്തോടെ നോക്കി. ഒരു നിമിഷം ദ്രോണൻ പ്രഖ്യാപിച്ചു, അർജുനൻ ലോകത്തിലെ ഏറ്റവും മഹത്തായ ധനുർധരനാകും. ഈ വാക്കുകൾ ദുര്യോധനന്റെ മനസ്സിൽ അസൂയയും മറ്റൊരാളുടെ ഹൃദയത്തിൽ വേദനയും സൃഷ്ടിച്ചു. അവൻ മറ്റാരുമല്ല, കർണൻ. അവനും അർജുനനെ പോലെ മഹാനാകാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ്റെ ജനന രഹസ്യം അവനെ നിരന്തരം പിന്തുടർന്നു. അതേസമയം ദ്രോണാചാര്യൻ്റെ മനസ്സിൽ ഒരു പഴയ പ്രതികാരത്തിൻ്റെ തീ കത്തിക്കൊണ്ടിരുന്നു. അത് ഈ രാജകുമാരന്മാരുടെ ഭാവി തന്നെ മാറ്റാൻ പോകുകയായിരുന്നു.